2024 2025 എന്റെ 2024 എത്രത്തോളം ബെറ്റർ ആയിട്ടാണ് 2024 അങ്ങനെ 2025 അങ്ങനെ അല്ലേ. പോട്ടെ, എനിക്ക് ഈ ഫോട്ടോ കണ്ടിട്ടാ, ഈ ഫോട്ടോ കണ്ട് വിശ്വസിച്ച് ലിങ്ക് എന്ന് ചോദിച്ചിരുന്ന ആൾക്കാരുണ്ടല്ലോ. ഇത് പറ്റിക്കുന്നതിന് ഒരു കണക്കില്ലേ? ഒന്നല്ലെങ്കിൽ ഫോട്ടോ കണ്ടാൽ മനസ്സിലായിക്കൂടെ ഇത്രയും എഡിറ്റ് ചെയ്ത് കേട്ടിട്ട് ഫോട്ടോ. ആ കുട്ടി പറഞ്ഞ എക്സാക്ട്ലി കറക്റ്റ് അല്ലേ? എനിക്ക് പറയാനുള്ള നിന്നോടാണ്, അസൂയയ്ക്കും കുശുമ്പിനും മരുന്നില്ല. ഇവരോട് എന്താ പറയാ? അസൂയയ്ക്കും കുശുമ്പിനും മരുന്നില്ലെന്നോ? വാവ്, ജാസ്മിൻ ഫാൻസ് അസംബ്ലി. അല്ല, സീരിയസ്ലി ഇത്രത്തോളം ബുദ്ധിയും വിവരമില്ലാത്തവരാണോ ഈ ജാസ്മിന്റെ ഫോളോവേഴ്സ് ആൻഡ് ഫാൻസ്? ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം വളരെയധികം ബിഗ് ബോസ് ടൈമിൽ ഇച്ചിരി നെഗറ്റീവായിട്ട് നിന്നെങ്കിലും ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം വളരെയധികം ഉയർച്ചയിലേക്ക് പോയിട്ടുള്ള, സീരിയസ്ലി അത്രത്തോളം വളരെയധികം പറന്നുയർന്നിട്ടുള്ള ഒരു സ്ത്രീത്വമാണ്, ഒരു പെൺകുട്ടിയാണ്, ഒരു പെൺകരുത്ത് തന്നെയാണ് ജാസ്മിൻ ജാഫർ. യാതൊരു സംശയമില്ല, അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്നാൽ ജാസ്മിൻ ജാഫറിനെ കുറിച്ച് ഇപ്പോൾ കുറേ അധികം കോൺട്രവേഴ്സിക്ക് ബിഗ് ബോസിന് മുമ്പും അതിനുശേഷമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് വിടാം, ഇവിടെ അതൊന്നും ഒരു കോണ്ടെക്സ്റ്റ് ഇല്ല. എങ്കിലും ഈ നമ്മുടെ ഈ മലയാളികളെക്കുറിച്ച് കേരളത്തിന് പുറത്തുള്ള അന്യ സംസ്ഥാനത്തുള്ള ആൾക്കാർക്കും അതോടൊപ്പം തന്നെ മറ്റ് രാജ്യക്കാർക്കൊക്കെ ഭയങ്കരമായിട്ടൊരു ചിന്താഗതിയുണ്ട്. നമ്മൾ ഭയങ്കര ബുദ്ധിമാന്മാരാണ്, നമുക്ക് എല്ലാ കാര്യങ്ങളിലും വകതിരിവും വിവേകവും ഒക്കെ ഉള്ള ആൾക്കാരാണ്, വളരെയധികം ബുദ്ധി നിലവാരം ഐക്യമൊക്കെ വളരെ കൂടുതലാണ് എന്നാണ് നമ്മളെക്കുറിച്ച് അവർക്കുള്ള ഒരു വൈപ്പ്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മാത്രം മതി. ഇതിനകത്തൊരു ഹേറ്റഡോ മറ്റോ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങളും സ്പ്രെഡ് ചെയ്യാൻ ഞാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും ജാസ്മിൻ ജാഫർ ഇതിനകത്തൊരു ഘടകമാണ്. എന്നാൽ ഇതുപോലത്തെ ഒരുപാട് ആൾക്കാർ ഇന്ന് സോഷ്യൽ മീഡിയയ്ക്ക് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പറയാതിരിക്കാൻ നിവർത്തിയില്ലടേ. ഇതിൻ്റെ താഴെ പോയിട്ട് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങളോടൊക്കെ ഞാൻ എന്താ പറയുക? നിങ്ങളോട് പുച്ഛമെന്ന് പറയാൻ വേണ്ടിയിട്ട് പോലും പറ്റത്തില്ല, ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. നിങ്ങൾക്ക് അത്രമാത്രം ബുദ്ധിയില്ലായ്മയുണ്ട് എന്നുള്ള കാര്യം പറയാതിരിക്കാനും പറ്റത്തില്ല. എന്താണെന്നുള്ള കാര്യം, ജാസ്മിൻ അതിലൊരു പെൺകുട്ടി വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടൊരു കാര്യം പറയുന്നുണ്ട്. സത്യമാണോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. പറയാനുള്ളത് ഈ ഗേൾസിനോടാണ്. 1 മില്യന്റെ അടുത്ത് ഫോളോവേഴ്സ് ഉണ്ട്. എത്ര വലിയ ഫാൻസ് ആയാലും എനിക്കൊരു കുഴപ്പമില്ല. ഓൾമോസ്റ്റ് 5 കൺട്രിയാണ് ഈ ഒരു വർഷം കൊണ്ട് കവർ ചെയ്തിട്ടുള്ളത്. അതൊക്കെ നല്ല കാര്യം തന്നെ. അടുത്തേലും ചേഞ്ച് ആയാലും എന്റെ സ്കിന്നിന് വലിയ പ്രശ്നം പറ്റില്ല. ഇവിടെ ജാസ്മിൻ സ്കിന്നിന്റെ കാര്യത്തിനെ കുറിച്ചൊക്കെ പറയുന്നു. അതായത് ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്നുള്ളൊരു കാര്യം ഇവിടെ ജാസ്മിൻ ഇട്ട് കൊടുത്തേക്കുന്ന സംഭവം. ജാസ്മിൻ എന്തോ ഒരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. സ്കിൻ കെയറുമായിട്ട് ബന്ധപ്പെട്ടും സ്കിൻ വൈറ്റനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ല. പണ്ടൊരിക്കൽ വെളുത്തിട്ട് പാറിയൊരു ക്രീമൊക്കെ പരിചയപ്പെടുത്തി ജാസ്മിൻ എയറിൽ പോയതാണ്. അതിനുശേഷമാണ് ബിഗ് ബോസിലേക്കൊക്കെ പോകുന്നത്. അത് നമ്മളന്ന് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. സോ അതൊക്കെ ഒരു വലിയ കോലാഹലം ഉണ്ടാക്കിയതാണ്. അതിനുശേഷം ഈ കുട്ടി ജാസ്മിൻ ജാഫർ ഇപ്പോൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് ഇട്ടേക്കുന്ന ഈ ഒരു ഫോട്ടോ നിങ്ങൾ കാണുക. ഇതിനകത്ത് ലെഫ്റ്റ് സൈഡിലുള്ള ഫോട്ടോ, അതിനകത്ത് അതിനകത്തുള്ളൊരു അപ്പാച്ചർ ലെവൽ അല്ലെങ്കിൽ അതിൻ്റെ ബ്രൈറ്റ്നസ് കുറച്ച് ഡാർക്കാക്കി നിർത്തിയിരിക്കുന്നു. റൈറ്റ് സൈഡിലുള്ള ചിത്രം അതിനകത്ത് ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് കാണുന്നു, അഥവാ വളരെയധികം ഇതായിട്ട് കാണുന്നു. ഇതൊരു വളരെ എഡിറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. എന്നാൽ ജാസ്മിനെ കണ്ട ആൾക്കാരല്ല എന്നോട് പറയുള്ളൂ, ജാസ്മിൻ ഇതിനെക്കാട്ടിലും നേരിട്ട് കാണാൻ ഇതിനെക്കാട്ടിലും ഭംഗിയാണ്, അഥവാ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും ഭംഗിയുള്ള ഒരു കുട്ടീന്നാണ്. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ, എന്നെങ്കിലും ആ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ. അതാ പറഞ്ഞേ, ഇവിടെ ഇത് പർപ്പസ്ഫുള്ളി എഡിറ്റ് ചെയ്തിട്ട് അവരുടെ കളറിനെ ഡാർക്കാക്കി നിർത്തിയിരിക്കുന്നു, ഇപ്പുറത്തതിന് മാറ്റി വെളുത്ത കളറാക്കി മാറ്റി നിർത്തിയിരിക്കുന്നു. ഓക്കെ, ഇനി കേൾക്കാം. 2024 2025 എന്റെ 2024 ഡള്ളും 2025 ബ്രൈറ്റും ആയെന്നാണ്. ഇതേ ജാസ്മിൻ തന്നെ ഒരുപാട് പ്രോഡക്റ്റ് 2024 ഒക്കെ പ്രൊമോട്ട് ചെയ്തതിനകത്ത് ഭയങ്കരമായിട്ട് വെളുത്തിട്ടുള്ള കാര്യങ്ങളും മറ്റു പല സംഭവങ്ങൾ വേണമെങ്കിൽ എടുത്ത് ഇവിടെ എനിക്ക് അവതരിപ്പിക്കാൻ എൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എത്രത്തോളം ബെറ്റർ ആയിട്ടാണ് 2024 അങ്ങനെ 2025 അങ്ങനെ അല്ലേ. പോട്ടെ, എനിക്ക് ഈ ഫോട്ടോ കണ്ടിട്ടാ, ഈ ഫോട്ടോ കണ്ട് വിശ്വസിച്ച് ലിങ്ക് എന്ന് ചോദിച്ചിരുന്ന ആൾക്കാരുണ്ടല്ലോ. ഇത് പറ്റിക്കുന്നതിന് ഒരു കണക്കില്ലേ? ഒന്നല്ലെങ്കിൽ ഫോട്ടോ കണ്ടാൽ മനസ്സിലായിക്കൂടെ ഇത്രയും എഡിറ്റ് ചെയ്ത് കേട്ടിട്ട് ഫോട്ടോ. ആ കുട്ടി പറഞ്ഞ എക്സാക്ട്ലി കറക്റ്റ് അല്ലേ? ഇവിടെ ജാസ്മിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇപ്പം ഞാനിത് പറയുമ്പോഴേക്കും അസൂയ മൂത്തിട്ടാണ് ജാസ്മിനോടുള്ള അനാവശ്യമായിട്ട് ആ കുട്ടിക്ക് ഇങ്ങനെ സൈബർ ബുള്ളിങ് ഉണ്ടാക്കി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്യുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരാണെങ്കിലും ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ച് സംസാരിക്കൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. എനിക്ക് ഒരിക്കലും നിങ്ങളെ തിരുത്തണ്ട, നിങ്ങളൊരിക്കലും നിങ്ങളുടെ ഈ ഒരു ഇതിൻ്റെ ഫാക്റ്റ് പറഞ്ഞുകൊണ്ട് നിങ്ങളെ തിരുത്തേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷേ എങ്കിലും ഒരു കാര്യം പറയാതിരിക്കാൻ നിർത്തില്ല. ഇവിടെ നിങ്ങൾ ഈ കാണുന്ന ജാസ്മിൻ്റെ ഫോട്ടോയിൽ ആ വീഡിയോയ്ക്കകത്ത് കാണിച്ചിരിക്കുന്നത്, ഒന്ന് ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന സാധനം എഡിറ്റ് ചെയ്തിട്ട് ഡാർക്കാക്കിയും റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് ബ്രൈറ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിന് താഴെ ഇവർ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെളുക്കുമെന്നുള്ള ധാരണ കൊണ്ട് താഴെ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി എന്നുള്ളൊരു കാര്യം. ആട്ടോ കമൻറ്റ് ഓപ്ഷൻ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ആ ഇൻബോക്സിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് ഇതിനകത്ത് ലിങ്ക് കമൻറ്റ് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ലിങ്കൊക്കെ വരുമായിരിക്കും. ഈ ലിങ്കൊക്കെ അയക്കുന്ന സമയത്ത് ഇതിനകത്ത് എന്താ നടക്കുന്നത്? ഒരു ബിസിനസ്സാണ് നടക്കുന്നത്. അഥവാ ജാസ്മിൻ പ്രൊമോട്ട് ചെയ്യുന്ന ആ പർട്ടിക്കുലർ പ്രൊമോഷനിൽ നടത്തുന്ന ആ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങുകയും ജാസ്മിൻ അതിനകത്ത് നിന്ന് പൈസ കിട്ടുകയും ചെയ്യും. നല്ല കാര്യം, ആ കുട്ടി പൈസ ഉണ്ടായിക്കോട്ടെ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഈ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങൾ നിങ്ങളുടെ മുഖത്ത് ഉപയോഗിക്കുന്ന ആ ഒരു സാധനത്തിനകത്ത് കെമിക്കലാണ്. ആ കെമിക്കൽ നിങ്ങളുടെ ഉള്ളിലേക്ക്, ആ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് WHO വാർണിംഗ് കൊടുത്തിട്ടുണ്ട്.
അതുപോലെ തന്നെ IMA വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഡോക്ടേഴ്സിനെ കണ്ട് അഥവാ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് സ്കിൻ കെയർ ഡോക്ടേഴ്സിനെ കണ്ട് വാങ്ങേണ്ട സാധനങ്ങളെ നിങ്ങൾ ഈ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ്, നോട്ട് ഓൺലി ജാസ്മിൻ ജാഫർ, ഇതുമായിട്ട് ഗ്രൂപ്പ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഇവരെയൊക്കെ വളരെ വലിയൊരു എമൗണ്ട് കൊടുത്തിട്ടാണ് ഈ പ്രൊമോഷന് വേണ്ടിയിട്ട് സമീപിക്കുന്നത്. അവർ ആ പ്രൊമോഷൻ ഒരു മാസം 1-2 ചെയ്യുമ്പോൾ തന്നെ ലക്ഷക്കണക്കിന് രൂപ അവർ വാങ്ങും. ആ ഒരു കാര്യം കണ്ടിട്ട് അവരോടുള്ള സിമ്പതി സ്നേഹമൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് മുഖം ഇതുപോലെ വെളുക്കുമെന്നുള്ള കാര്യം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു സ്കിന്നിനെ അനാവശ്യമായിട്ട് പല കാര്യങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം പിന്നീട് കിഡ്നി ഡാമേജ് ഉണ്ടാവാം, നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും, എന്തെല്ലാം ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണെന്ന് മനസ്സിലാക്കണം. ഇതിനകത്ത് ലെഡിന്റെ ഒക്കെ സാന്നിധ്യം കണ്ടിട്ടുണ്ട്, മെർക്കുറിയുടെ സാന്നിധ്യം കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഈ പറയുന്ന സോക്കോൾഡ് ഈ പറയുന്ന ആൾക്കാരിലൂടെയാണ് അനാവശ്യമായിട്ട് പ്രൊമോഷൻ ഇല്ലാതെ ഡയറക്റ്റായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയും നിങ്ങളത് ഉപയോഗിച്ച് നിങ്ങളെ പരീക്ഷണ വസ്തുവാകുകയും നിങ്ങൾക്ക് വരുന്ന ഡാമേജ് നിങ്ങൾ പിന്നെ ശിഷ്ടകാലം അനുഭവിക്കേണ്ടി വരുന്നത്. എന്തിനാണത്? ജാസ്മിനെ പോലുള്ള ഒരാൾ ഒരു മിനിമം ഒരു എത്തിക്സ് കാണിക്കണം എന്നുള്ളത് എൻ്റെ റിക്വസ്റ്റ് ആണ് കേട്ടോ. അതൊരിക്കലും നടക്കാത്ത കാര്യമാണെന്ന് അറിയാം. ഒരു റിക്വസ്റ്റ് ആണ്, ഒരു മിനിമം നിങ്ങളെ കാണുന്ന പ്രേക്ഷകരോട്, നിങ്ങളെ കണ്ട് ഈ പ്രോഡക്റ്റ് വാങ്ങുന്ന ആൾക്കാരോട് നിങ്ങളൊരു മിനിമം മര്യാദ കാണിക്കണം. നിങ്ങളൊരു മാസം അല്ലെങ്കിൽ ഒരു വർഷം എത്രയോ പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്നു. ഈ പ്രൊമോട്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകളെല്ലാം അതിനകത്ത് ഓരോ ടൈപ്പ് പ്രോഡക്റ്റാണ്. ഈ പ്രോഡക്റ്റുകളെല്ലാം നിങ്ങൾ പറയുന്നത് ഈ പ്രോഡക്റ്റ് ബെറ്റർ ആണ്, മറ്റേ പ്രോഡക്റ്റ് മോശമാണ്. അപ്പോൾ നിങ്ങൾ ഓരോ പ്രാവശ്യം കൊണ്ടിരുന്ന പ്രോഡക്റ്റുകൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആൾക്കാർ പിന്നെ നിങ്ങൾ മാറ്റി പ്രോഡക്റ്റ് കൊണ്ടുവന്നത് സ്കിൻ ബ്രൈറ്റനിങ് മറ്റത് മറിച്ചെന്നൊക്കെ പറയുമ്പോൾ അത് വാങ്ങി ഉപയോഗിക്കുന്ന ആൾക്കാർ മണ്ടന്മാരാവുകയല്ലേ? എന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്നത്? പ്ലീസ് നിർത്തിക്കൂടെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ? റിക്വസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ഓക്കെ, കണ്ടിട്ടാ ഈ ഫോട്ടോ കണ്ട് വിശ്വസിച്ച് ലിങ്ക് എന്ന് ചോദിച്ചിരുന്ന ആൾക്കാരുണ്ടല്ലോ. ഈ ലിങ്ക് എന്ന് ചോദിക്കുന്നവർ മണ്ടന്മാരല്ല, മണ്ട ശിരോമണികളാണ്. പറ്റിക്കുന്നതിന് ഒരു കണക്കില്ലേ? ഒന്നല്ലെങ്കിൽ ഫോട്ടോ കണ്ടാൽ മനസ്സിലായിക്കൂടെ ഇത്രയും എഡിറ്റ് ചെയ്ത് കേട്ടിയ ഫോട്ടോ ആണെന്ന്. എന്നിട്ട് അത് കണ്ടിട്ട് ലിങ്ക് ചോദിച്ചാൽ ഇങ്ങനെ നിങ്ങൾ തോന്നുന്നത്. പറയാനുള്ളത് ഈ ഗേൾസിനോടാണ്. എന്തെങ്കിലും ക്രീം ഫേസിൽ പൊട്ടുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്ന പോലെ അല്ല ഇത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കുക. ടാബ്ലറ്റ് ആണ് നിങ്ങൾ കഴിക്കേണ്ടതെന്നുള്ള അവർ പറയും. ഇത് കഴിക്കാനുള്ള സാധനമാണ്, അടിപൊളി. മറ്റേ ഇതായിരിക്കും, ഇതോടല്ലോ മറ്റേ വെളുത്തിട്ട് പറഞ്ഞ മറ്റേ സാധനം ഉണ്ടല്ലോ ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്നേക്കുന്നത്. ഓക്കെ, അത് ഉള്ളിൽ കൊടുക്കുന്ന സാധനമാണ്, അടിപൊളിയായിരിക്കും കേട്ടോ. അത് ഈ ഇടയ്ക്ക് ഞാൻ കുറച്ച് നാളിന് മുമ്പ് 3-4 മാസത്തിന് മുമ്പ് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തുമാത്രം സൈഡ് എഫക്റ്റ് ആണ് നിങ്ങൾ ഈ ഒരു സാധനം കഴിക്കുന്നതിലൂടെ. നിങ്ങൾക്ക് സ്കിന്ന് ബ്രൈറ്റ് ആയിട്ടൊക്കെ തോന്നും, കുറച്ച് നാളത്തേക്ക് തോന്നും. ആന്റി ഓക്സിഡൻസ് അനാവശ്യമായിട്ട് ശരീരത്തിലേക്ക് അടിച്ചു കയറ്റുമ്പോൾ അതിനുശേഷം വരുന്ന സൈഡ് എഫക്റ്റ്, ആഫ്റ്റർ എഫക്ട്സ്. ഇതിന്റെ ഫാർമക്കോ കൈനറ്റിക്സ് ഉണ്ട്, ഫാർമക്കോ ഡൈനാമിക്സ്, ഇങ്ങനെ കുറേ അധികം സാധനങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ ഹ്യൂമൻ അനാട്ടമിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്, ആന്തരിക അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു MNC ടോപ്പ് 10 കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു അഭിപ്രായം, ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയാം. ഒരു പാരസെറ്റമോൾ പോലും നിങ്ങൾ അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കിഡ്നി അടക്കം അടിച്ചു പോകും. എന്നിട്ടാണോ നിങ്ങൾ ഈ പറയുന്ന യാതൊരു ഡോക്ടർമാരുടെ ഒന്നും ഇല്ലാതെ ഒരു തലവേദന വന്നാൽ, ജലദോഷം വന്നാൽ, ഒരു മൈഗ്രെയിൻ വന്നാൽ നിങ്ങൾ ഡോക്ടറെ കാണും. അതിനെക്കാട്ടിൽ എത്രയോ ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമാണ് നിങ്ങൾ ഒരു ഡോക്ടറിന്റെ അടുത്ത് ഒന്ന് പോകാതെ ചുമ്മാ വന്ന് ഒരു ജനറിക് മെഡിസിൻ വാങ്ങിച്ച് കഴിക്കുന്നത് പോലെ ഇതൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ട് പോകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾ മാത്രം അനുഭവിച്ചിരിക്കണം. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, കാണിക്ക്. ടാബ്ലറ്റ് ആണ് നിങ്ങൾ കഴിക്കേണ്ടതെന്നുള്ള അവര് പറയും. നമ്മൾ വലിയൊരു പോയിന്റാ. എന്തെങ്കിലും ചെയ്യുന്ന പോലെ അല്ല ഇത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കും. ടാബ്ലറ്റ് ആണ് നിങ്ങൾ കഴിക്കേണ്ടതെന്നുള്ള അവര് പറയും. നമ്മൾ വല്ല ക്രീമോ ഒന്നും വാങ്ങി തേക്കുന്ന പോലെയല്ല ശരീരത്തിന്റെ ഉള്ളിലേക്ക് കൊടുക്കുന്നത്. മനസ്സിലായോ? പറയാനുള്ളത് ഈ ഗേൾസ്. ഇതിനകത്ത് ജാസ്മിൻ്റെ അന്തം ഫോളോവേഴ്സ് ആയിട്ടുള്ള കുറേയധികം ഫാൻസ് ഈ കുട്ടിയെ തെറി വിളിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ രസം. എടോ ഫേസ് പൊട്ടന്മാരെ, അവൾ ഫെയർ ആണെന്ന് എനിക്കറിയാം. പിന്നെ എഡിറ്റാക്കി ഡള്ളാക്കി 2 മോഡൽ കാണിച്ചത് കണ്ണ് തുറന്ന് നോക്ക്. പിന്നെ കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാരോട് പറയട്ടെ, ക്രീം നിങ്ങൾ ട്രൈ ആക്കിക്കോ, ബട്ട് ഡ്രിങ്ക്സ് ടാബ്ലറ്റ് ബോഡിക്ക് ഉള്ളിലേക്ക്. പക്ഷേ ഈ കുട്ടി പറയുന്നതിനകത്തും ഒരു മണ്ടത്തരമുണ്ട്. അതായത് ക്രീം നിങ്ങൾ ട്രൈ ആക്കിക്കോ, ക്രീമും ട്രൈ ആക്കാൻ പാടില്ല. എൻ്റെ പൊന്നു ഈ വീഡിയോ ചെയ്തേക്കുന്നത് ഇറ്റ്സ് മീ അമൽ ഫരിയ എന്നാണോ ഫാരിയയാണോ എനിവേ എന്തായാലും ഓക്കെ അമാലാണോ എനിവേ എന്തോ. അപ്പോൾ ആ കുട്ടിയോട് എനിക്ക് പറയാനുള്ളത്, ക്രീമും അങ്ങനെ വാങ്ങിച്ച് പൊത്തേണ്ട സാധനമല്ല ഈ മുഖം. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയാണ് ഈ പറഞ്ഞ ഫേസ്. ആ ഫേസിൻ്റെ അകത്ത് ആ ഒരു സ്കിൻ വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഈ ഏരിയയിൽ നിങ്ങൾ തോന്നുമ്പോഴുള്ള ക്രീമും വാങ്ങിച്ച് പൊട്ടാൻ പാടില്ല. ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ലെഡ്, മെർക്കുറി പോലുള്ള സാധനങ്ങളുണ്ട്. ഏറ്റവും ലോ കോസ്റ്റിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഇന്ന് വളരെയധികം ഇതായിട്ട് വെളുത്തിട്ട് പാറാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഇറക്കുന്നുണ്ട്. അപ്പോൾ അത് ക്രീം ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഉള്ളിൽ കഴിക്കുന്നതായിക്കോട്ടെ, ഇത് രണ്ടാണെങ്കിലും നിങ്ങളുടെ ശരീരത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണെന്ന് മാത്രം ഞാൻ പറയാം. അതായത് വരണ്ട ഒരു പ്രദേശം, അതായത് വരണ്ട ഒരു തരത്തിൽ കൃഷി യോഗ്യമല്ലാത്തൊരു സ്ഥലം, ആ സ്ഥലത്ത് കൊണ്ടുവന്ന് പെട്ടെന്ന് കൃഷി ചെയ്യണം. ആ കൃഷി ചെയ്യാൻ വേണ്ടി ഒരുപാട് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് വളരെയധികം വലിയ രാസവസ്തുക്കൾ ഇങ്ങനെ കൊണ്ട് ഇറക്കി ആ മണ്ണിന്റെ ബലഭൂഷ്ടി മൊത്തം നഷ്ടപ്പെടുത്തി വലിച്ചെടുത്ത് പെട്ടെന്ന് ആ ഒരു സാധനം വളരുകയും പിന്നെ ആ ഒരു മണ്ണ് ഇല്ലാതായി പോവുകയും ചെയ്യും. ആ ഒരു തരത്തിലേക്ക് നിങ്ങളുടെ ബോഡി സ്കിന്ന് മൊത്തത്തിൽ മാറ്റുന്ന ഒരു പരിപാടിയാണത്. സോ പറഞ്ഞതേ ഉള്ളൂ, ഫോട്ടോ എഡിറ്റ് അല്ല, ജാസ്മിൻ നേരിട്ട് കാണാൻ ഇതിലും കളറുണ്ട്. ഓക്കെ ആയിക്കോട്ടെ, ആ കുട്ടി പറഞ്ഞതും തെറ്റല്ല.
ഫോട്ടോ എഡിറ്റ് ചെയ്ത് രണ്ട് ഫോട്ടോ, ഒരെണ്ണം എഡിറ്റ് ചെയ്ത് ഡാർക്കാക്കി ഒരെണ്ണം ബ്രൈറ്റ് ആക്കി കാണിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം എവിഡൻ്റ് ആണ്, അതിനകത്ത് സത്യമാണ്. എനിക്ക് പറയാനുള്ളത് നിന്നോടാണ്, അസൂയയ്ക്കും കുശുമ്പിനും മരുന്നില്ല. ഇവരോട് എന്താ പറയുക? അസൂയയ്ക്കും കുശുമ്പിനും മരുന്നില്ലെന്നോ? വാവ്, ജാസ്മിൻ ഫാൻസ് അസംബിൾ. അല്ല, സീരിയസ്ലി, ഇത്രത്തോളം ബുദ്ധിയും വിവരമില്ലാത്തവരാണോ ഈ ജാസ്മിൻ്റെ ഫോളോവേഴ്സ് ആൻഡ് ഫാൻസ് എന്ന് പറയുന്ന ആൾക്കാർ? നിങ്ങൾ മലയാളികളല്ലേ? ജാസ്മിനൊക്കെ വിട്, നിങ്ങൾ മലയാളികളല്ലേ? ഈ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ വിദേശ രാജ്യങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ട് നമ്മുടെ മലയാളികളെ ഉയർത്തി പറയുന്നു, നമ്മുടെ ഇന്റലക്ച്വൽ ലെവലിനെ കുറിച്ച് പറയുന്നു. നമ്മുടെ ലോകത്തിന്റെ ഏതൊരു മേഖല എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മലയാളികൾ ആ ഏറ്റവും ടോപ്പിലുള്ള അവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. അത് ഗൂഗിൾ എടുത്താലും മൈക്രോസോഫ്റ്റ് എടുത്താലും IBM എടുത്താലും എവിടെ നോക്കിയാലും വിപ്രോ എടുത്താലും എല്ലായിടത്തും ഉണ്ട്. നമ്മൾ ടോപ്പ് ലെവലിലാണ് നിൽക്കുന്നത്. ഈവൻ ബുർജ് ഖലീഫ ഉണ്ടാക്കിയ ഏറ്റവും മേളിൽ നിന്ന് പോലും കോട്ടയംകാരൻ്റെ ഒരു വ്യക്തിയാണ് ആ ഒരു വർക്ക് പോലും ചെയ്തേക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന നമ്മൾ ഈ പറയുന്ന ലിങ്ക് പറയും, മുഖം വെളുക്കാൻ ദേഹം വെളുക്കാൻ വെളുത്തിട്ട് പറയാൻ ആരെങ്കിലും വന്ന് പറയുമ്പോൾ നോട്ട് ഓൺലി ജാസ്മിൻ ജാഫർ, ഇതുപോലെ ചെയ്യുന്ന കുറെ അധികം ഉടായ്പ ടീംസ് ഉണ്ട്. പക്ക ഉടായ്പ ടീംസ്, മനസ്സിലാവുന്നുണ്ടോ? അപ്പം അങ്ങനെയുള്ള ആൾക്കാർ വന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ലിങ്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ തലച്ചോറ് എന്ത് ചെയ്തു? നിങ്ങൾ വിദ്യാഭ്യാസമുള്ള ആൾക്കാരല്ലേ? നിങ്ങൾ ഈ പറഞ്ഞ IQ ലെവലൊക്കെ ബ്രെയിൻ ലെവലൊക്കെ ഉയർന്നു നിൽക്കുന്ന മലയാളികളല്ലേ? നിങ്ങൾ മലയാളികളല്ലേ? നിങ്ങൾ ഇത്രയും തരം താഴാൻ പാടുണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. അത് ജാസ്മിൻ ഫാൻസിന്റെ കമന്റ് ആണ്. നിങ്ങൾക്ക് അസൂയാണെന്ന്, ആ കുട്ടിക്ക് അസൂയാണെന്ന്. എന്ത് അസൂയ? അത് കാര്യമാണ് പറഞ്ഞത്. ആ ഫോട്ടോയെ തന്നെ രണ്ട് ഡിഫറെന്റ് ആയിട്ട് കാണിച്ചിട്ട് ആ സാധനത്തിന് ഇങ്ങനെ സെല്ല് ചെയ്യാൻ വേണ്ടി ജാസ്മിൻ നിൽക്കുന്നു. ആ ജാസ്മിനെ കൈയടിച്ചിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ട് ജാസ്മിന് എതിരെ അസൂയാണെന്നൊക്കെ ആ കുട്ടിയെ പറയുന്നു. ആ കുട്ടി പറഞ്ഞ വലിയൊരു ഫാക്റ്റാണ്. ഇത് ഡോക്ടേഴ്സിനെ കണ്ട് നിങ്ങൾ വാങ്ങൂ എന്നുള്ള കാര്യം. ഒരു കാര്യം പറഞ്ഞാൽ കമന്റ് ഇട്ടിരുന്നത് മാത്രമാണ്, അതായത് ക്രീം ആണെങ്കിൽ ഉപയോഗിച്ചോ, പക്ഷേ ഇത് പാടില്ല. ക്രീം ആണെങ്കിൽ എന്താണെങ്കിൽ നിങ്ങൾ ഡോക്ടേഴ്സിനെ കണ്ടേ വാങ്ങാവൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ മുഖത്തൊക്കെ ഈ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ഇച്ചിരി വകതിരിവ് മാത്രം മതി. ഈ മെലാനിൻ എന്ത് ജനറ്റിക്കൽ റിയലി സയൻസ് ആണത്. അതായത് മെലാനിൻ എന്താണ്, ജെനറ്റിക്സ് എന്താണ്, ഹോർമോൺ ഇംബാലൻസ് എന്താണെന്നൊക്കെ ചെറുതായിട്ട് ഗൂഗിൾ നോക്കി വായിച്ചാലും മതി. ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള വാക്കുകളിൽ പറഞ്ഞുതരാം. മെലാനിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭൂമിയുടെ ഘടന, അഥവാ ഭൂമിയുടെ നമ്മുടെ തണുപ്പുള്ള രാജ്യങ്ങൾ അതുപോലെ തന്നെ ചൂടുള്ള രാജ്യങ്ങൾ എന്ന് നമുക്ക് തരംതിരിക്കാം. ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുന്ന നാട്ടിലുള്ള ആൾക്കാരുടെ കളർ കറുപ്പോ അതുപോലെ ഗ്രേയോ പോലെ ആയിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്നുണ്ട്. വൈറ്റമിൻ ഡിയുടെ അളവൊക്കെ നമുക്ക് വളരെയധികം കൂടുകയും നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ മെലാനിൻ വളരെയധികം ഉത്പാദിപ്പിക്കപ്പെടുന്നതുകൊണ്ടാണ് നമ്മുടെ കളർ ഈ ഡാർക്കായിരിക്കുന്നത്. അല്ല നമുക്ക് വെളുത്തിട്ട് പാറാൻ പറ്റാത്തുണ്ടെന്നല്ല. എന്നാൽ ഭൂമിയുടെ മറ്റേ സൈഡിലുള്ള ആൾക്കാർ, തണുപ്പ് അഥവാ സൂര്യപ്രകാശം അധികം ലഭിക്കാത്ത ആൾക്കാരെല്ലാം വെളുത്തിരിക്കും. അതാണ് വെളുത്ത വർഗ്ഗക്കാർ എന്ന് പറയുന്ന ആൾക്കാർ. അവരെന്തുകൊണ്ട് നമ്മുടെ കോവളം പോലുള്ള മറ്റു നമ്മുടെ വർക്കല പോലുള്ള ബീച്ചുകളിലൊക്കെ വന്നിട്ട് കിടക്കുന്ന വെച്ചാൽ സൺബാത്തിന് വേണ്ടിയിട്ടാണ്. സൺബാത്ത് എന്ന് വെച്ചാൽ സൂര്യപ്രകാശം നേരിട്ട് അടുപ്പിച്ചിട്ട് അവരുടെ ശരീരത്തിന് അത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കുറയ്ക്കാനും അതോടൊപ്പം തന്നെ അവരുടെ ശരീരത്തിൽ മെലാനിൻ്റെ അളവ് നിലനിർത്താനും വേണ്ടിയിട്ട് പല കാര്യത്തിലുള്ള ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അവരാരും ഈ സാധനം ഇട്ടിട്ട് വെളുത്തിട്ട് പാറിയ ആൾക്കാരല്ല. അതാണ് ഏറ്റവും ബേസിക് ആണ്. നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള മെലാനിൻ്റെ അളവ് ആണ് നമ്മുടെ കളറിനെ നിശ്ചയിക്കുന്നത്. അത് നമ്മുടെ ജെനറ്റിക്കൽ എന്ന് വെച്ചാൽ നമ്മുടെ മുൻകാലം മുതൽ നമ്മുടെ പിതൃക്കളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? അത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു സംഭവം. അത് സയൻസ് ആണ്, അത് മനസ്സിലാക്കണം നിങ്ങൾ. അത് അറിയുന്ന ആൾക്കാരും പോയി ലിങ്ക് കമന്റ് ചെയ്യും. അടുത്ത ജെനറ്റിക്സ് എന്ന് പറയുന്നു, ഹോർമോൺ ഇംബാലൻസിന്റെ കാരണങ്ങൾ പറയുന്നു, ഇതൊക്കെ പറയുന്നു. സോ അപ്പോൾ എന്താ പറഞ്ഞേ, മുല്ലപ്പൂ തീട്ട ആർമി. എനിക്ക് നിന്നോട് പറയാനുള്ളത് ജാസ്മിൻ ആൻഡ് ലെറ്റ് യു ഹിറ്റ് ലിൽ ബ്രോ എന്തൊക്കെ പറയുന്നു. മുഖത്ത് ക്രീം പുരട്ടുന്നത് പോലെ അല്ല ഉള്ളിൽ കഴിക്കുന്നത് എന്നാണ് ഈ വീഡിയോയിൽ കണ്ടന്റ്. അതിലെന്ത് അസൂയ? നല്ല കാര്യമല്ലേ ഇവർ പറഞ്ഞത്? ഇതിൽ എന്താ ഇവർക്ക് അസൂയപ്പെടാനുള്ളത്? ഓരോ ദിവസവും ഓരോ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നോക്കുക പോലും ചെയ്യാതെ ആളുകളോട് ഉപയോഗിക്കാൻ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സിനോട് എന്തിനാണ് അസൂയപ്പെടുന്നത്? മറ്റുള്ളവരുടെ ശരീരത്തിനോട് അസുഖം വരുത്തുന്നതിനാണ്. ഈ ജാസ്മിനെ പോലുള്ള ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഡെഫിനറ്റ്ലി നിങ്ങളൊക്കെ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു പൊസിഷൻ എത്തും. ഞാൻ ഉറപ്പിച്ച് പറയാം. കാരണം നിങ്ങളൊക്കെ ഇന്ന് പ്രൊമോട്ട് ചെയ്യുന്ന ഈ പ്രോഡക്റ്റിലൂടെ നിങ്ങൾക്ക് നല്ല വരുമാനം കിട്ടും. നിങ്ങളുടെ ഈ നല്ല സൗന്ദര്യം നിലനിൽക്കുന്ന യൗവനയുക്തമായ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ അടിച്ച് അത്യാഡംബരം കളിക്കാൻ, ലോകത്തെ രാജ്യങ്ങളിൽ കറങ്ങാനും ഒക്കെ ഇഷ്ടം പോലെ പൈസ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ഇന്ന് ഒരു തരത്തിലുള്ള ക്ലിനിക്കൽ ട്രയലോ മറ്റുള്ള കാര്യങ്ങളോ കഴിയാത്ത ചില പ്രോഡക്റ്റുകൾ ഈ ആൾക്കാരിലേക്ക് കുത്തിവെച്ച് പരീക്ഷണം, മറ്റേ മൃഗങ്ങളിൽ പന്നിയിൽ, പല്ലിയിൽ, പാറ്റയിൽ, അതുപോലെ തന്നെ എലികളിലൊക്കെ പരീക്ഷണം നടത്തുന്ന പോലെ ഈ പറയുന്ന സാധനങ്ങൾ മാർക്കറ്റിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് ചില കമ്പനികൾ ട്രയലായിട്ട് ഇറക്കുന്ന പ്രോഡക്റ്റുകളെ മറ്റ് പേരുകളിലൂടെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരിലൂടെ ഇത് ഈ സാധാരണപ്പെട്ട ജനങ്ങളിലേക്ക് എത്തിച്ചിട്ട് അതിനെ കഴിപ്പിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് വരുന്നതിനനുസരിച്ചിട്ട് മാറ്റം വരുത്തി അതിൻ്റെ ബാക്കി അവർക്ക് ശരീരത്തിൻ്റെ അകത്ത് വരുന്ന മൊത്തത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണക്കാരും നിങ്ങൾ തന്നെ ആയിരിക്കും. അതിൽ എന്നെങ്കിലും നോട്ട് ഓൺലി ജാസ്മിൻ ജാഫർ ഇതുപോലെ ചെയ്യുന്ന എല്ലാ അവറ്റകൾക്കും, ഇതുപോലെ ചെയ്ത ആൾക്കാരെ പറ്റിക്കുന്ന എല്ലാ അവറ്റകൾക്കും അതിന് എന്നെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് കാലത്തിന്റെ മറുപടി കാവ്യനീതിയായിട്ട് കിട്ടിയിരിക്കുമെന്ന് ഞാൻ പറയാം. വളരെ വളരെ ഇമോഷണൽ ആയിട്ടാണ് പറയുന്നത്. കാരണം എന്താ അറിയാമോ, ഇത് നമ്മൾ ഏതെങ്കിലും ഇവരെ പോലുള്ള ആൾക്കാർ ഒരു പ്രോഡക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ താഴെ വന്ന് കമന്റ് ഇടുന്ന ആൾക്കാരുടെ ലിസ്റ്റ് നോക്കണം. വിദ്യാഭ്യാസം ഉള്ളവരാണ്, ഉയർന്ന വിദ്യാഭ്യാസം ഉള്ളവരൊക്കെ തന്നെയാണ് ഇവർ ഈ പറയുന്ന പ്രോഡക്റ്റുകളൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നത്. എത്ര വിവരമില്ലായ്മയാണ് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ഇവർ വീണ്ടും ലക്ഷക്കണക്കിന് രൂപ കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും പ്രോഡക്റ്റുകൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് ഈ ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഒരു കെമിസ്റ്റിനോട് പോയി ചോദിച്ചു നോക്കൂ, ഒരു ഫാർമസിസ്റ്റിനോട് ചോദിച്ചു നോക്കൂ, ഇതൊക്കെ നിങ്ങളുടെ സാധനങ്ങൾ ഉപയോഗിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചുമ്മാ ചോദിച്ചു നോക്ക്, പറഞ്ഞുതരും.
സൈഡ് എഫക്റ്റ് ഏറ്റവും ലളിതമായി പറഞ്ഞ പാരസെറ്റമോൾ മുതൽ ഏറ്റവും നമ്മൾ കഴിക്കുന്ന പലതരത്തിലുള്ള ഡ്രഗ്സ് ആണത്. ഡ്രഗ് അത് ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് മാത്രമേ ശരീരത്തിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ, ഉള്ളിൽ കഴിക്കാനും പാടുള്ളൂ. നിങ്ങൾക്ക് തോന്നുമ്പോൾ ഉപയോഗിക്കാനുള്ള സാധനമല്ല. പ്ലീസ്, ആരോട് പറയാം? ബുദ്ധിയുള്ള ഒന്നിനെങ്കിലും ഉണ്ടല്ലോ, സത്യമാണത്. അതിൻ്റെ താഴെ ചിലപ്പോൾ അവർക്ക് കമൻറ്റ് എഗെയിൻസ്റ്റ് ആയിരിക്കും, സത്യമാണ് കേട്ടോ. അതിനകത്ത് ആരും കമൻറ്റ് നെഗറ്റീവ് പറഞ്ഞില്ല. വെളുത്തിട്ട് എന്തിനാണാവോ എന്തോ, വെളുത്തിട്ട് എന്താ എൻ്റെ അടുത്ത് ഇടയ്ക്കിപ്പം ഞാൻ എവിടെയോ പോയപ്പോഴേ എന്നോട് ചോദിച്ചതാണ്, എന്ത് പറ്റി കറുത്ത് പോയല്ലോ, എന്ത് പറ്റി? ഞാൻ വെയിൽ കൊള്ളുന്നു. ഇവിടെ രാവിലെ ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഉറക്കം എണീച്ചിട്ട് ഇപ്പം വർക്ക് ഫ്രം ഹോം ആണ്. അപ്പോൾ വീട്ടിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ വലിയൊരു ഗാർഡൻ ഉണ്ട്. വലിയ ഗാർഡൻ ചെറിയൊരു ഗാർഡൻ. ആ ഗാർഡൻ്റെ അകത്ത് പോയി ചെടിക്ക് വെള്ളം നനയ്ക്കുക, ചെടികൾ നടുക, പുതിയ ചെടികൾ വാങ്ങി വയ്ക്കുക, പുറത്ത് സൂര്യപ്രകാശം ഏറ്റു നടക്കുക, ഇങ്ങനെ പല പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ സൂര്യപ്രകാശം മുഖത്തടിക്കുക, എന്ത് സംഭവിക്കും? ടാൻ വരും, സൺ ടാൻ വരും. വരട്ടെ, സൺ ടാൻ വന്ന എന്താ പ്രശ്നം? സൺ ടാൻ വരും, അതുപോലെ തന്നെ ബോഡിയിൽ ടാൻ വരും, വരട്ടെ. ഇതിനിപ്പോൾ എന്താ പ്രശ്നം? അത് കാരണം എനിക്ക് എന്ത് സംഭവിക്കുന്നു? എനിക്കെന്ത് സംഭവിക്കുന്നു? ആൾക്കാരുടെ മുമ്പിലേക്ക് പോയി എനിക്കൊരു കോൺഫിഡൻസിന് കുറവില്ല. ഈ പറഞ്ഞ ചില ആൾക്കാർ ചോദിക്കുന്നെങ്കിലും അതെന്നെ അസ്വസ്ഥപ്പെടുത്താറുമില്ല. I have been seeing this kind of videos from many influencers and thought why they are doing such videos. ഒരു എത്തിക്സ് ഒക്കെ ഇല്ലേ? ജാസ്മിനോട് ചോദിക്കാമല്ലോ. ജാസ്മിനെ അത്യാവശ്യം ജാസ്മിൻ ഇത്തിരി സെറ്റിൽഡൊക്കെ ആയില്ലേ, ഒരു എത്തിക്സ് ഒക്കെ കാണിച്ചൂടെ പ്ലീസ്? നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ റിഗ്രറ്റ് ചെയ്യാതിരിക്കാനെങ്കിലും ഇനിയെങ്കിലും ഈ ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടി നിന്ന് പിന്നോട്ട് വെക്കൂടെ? ജാസ്മിനെങ്കിലും വെക്കൂടെ? നിങ്ങൾ ഒരുപാട് ഈ ബിഗ് ബോസിൻ്റെ ഹൗസിൻ്റെ അകത്തൊക്കെ നിന്ന് വിഷമിച്ച് ബുദ്ധിമുട്ടുണ്ടായി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇപ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേ ആൾക്കാരെ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് പറ്റിച്ച് വഞ്ചിച്ച് അതിൽ നിന്ന് നേട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നിലനിൽക്കുമെന്നും എന്തും നിങ്ങൾക്ക് ലൈഫ് വളരെയധികം ഉയർന്നു നിൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ അത് ഉറപ്പിച്ച് പറയാം, ഇല്ല, അങ്ങനെ ഒരിക്കലും നിൽക്കത്തില്ല. ഇപ്പോൾ ഇടയ്ക്ക് ഇവരുടെ ഏതോ ഒരു അൺഫോളോയും മറ്റു സെറ്റപ്പിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അന്നത്തെ ദിവസങ്ങളിൽ തന്നെ എൻ്റെ അടുത്ത് ആരൊക്കെ ഒന്ന് പറഞ്ഞു. നമുക്കറിയാം അതെന്താണ് പരിപാടി എന്നുള്ളത്. അതിനുശേഷം എന്ത് വരും എന്നുള്ള കാര്യം, പിന്നെ ഒരു ഒരു ഷോർട്ട് ഫിലിമോ മറ്റുള്ള കാര്യങ്ങളൊക്കെ. എന്തിനാണ് ഇങ്ങനെ ഏതെങ്കിലും വരത്ത് സെൻസേഷനലൈസ് ചെയ്യുക, ആൾക്കാരങ്ങ് പറ്റിക്കുക? ഇതൊരു സ്കിൻ ബെറ്റർ ആവുന്നതല്ല, ഓരോ ഇയർ ആകുമ്പോൾ പുതിയ ക്യാമറ ക്വാളിറ്റി മൊബൈൽ വരുന്നത് കൊണ്ടാണ്. സത്യം, എന്തൊരു കടിയാണ് സിസ്റ്റർ. സാരമില്ല, അടുത്ത ജന്മത്തിൽ എനിക്ക് എങ്കിലും ഇങ്ങനെ കറങ്ങി നടക്കാൻ പറ്റട്ടെ, ഇൻഷാ അല്ലാ. ഇവരെ പറയുക, നിങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങൾ ജാസ്മിനെ കണ്ടിട്ട് ഇങ്ങനെ പറയുന്നതാകാം. എന്തൊരു കഷ്ടം. അയ്യോ, എനിക്ക് അവളെ പോലെ ആകേണ്ട ചേച്ചി. നിങ്ങളെ മോൾക്കും മോളെ മോൾക്കും ഇങ്ങനെ ഭംഗി കിട്ടട്ടെ, ഇൻഷാ അല്ലാ. ഗുഡ് ജോബ്. സത്യം, ഞാൻ MKP വീഡിയോസ് ആയാലും അധികം എഡിറ്റിംഗ് ചെയ്യാറില്ല. എന്താണോ എനിവേ, മേക്കപ്പ് വീഡിയോ ആണ് കേട്ടോ. കൺസൾട്ട് ഡെർമറ്റോളജിസ്റ്റ്. ഡോണ്ട് ഗോ ഫോർ സം വൈറൽ പ്രോഡക്ട്സ് ആൻഡ് ഡോണ്ട് യൂസ് എനി ക്രീംസ് യൂസ്ലെസ് റെക്കമെൻഡഡ് ബൈ ഡോക്ടേഴ്സ്. മേ ബി ഇറ്റ്സ് കോസ്റ്റ്ലി ബട്ട് ദ റിസൾട്ട് വിൽ ബി ലോങ് ലാസ്റ്റിംഗ് ആൻഡ് ലെസ് ഹാം ടു സ്കിൻ. വളരെയധികം ലോങ് ലാസ്റ്റ് ചെയ്യുന്ന, ഹാംലെസ് എന്ന് വെച്ചാൽ വളരെയധികം ഹാം ഇല്ലാത്ത നല്ല പ്രോഡക്റ്റുകൾ ഡോക്ടേഴ്സിന് മാത്രമേ പ്രിഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇത് ജാസ്മിൻ്റെ ഫോളോവേഴ്സിന് അവരിപ്പോഴും ചിന്തിക്കുന്നത് ജാസ്മിനെ കുറ്റപ്പെടുത്തുന്നുള്ള. എൻ്റെ പൊന്നും മലയാളി സുഹൃത്തുക്കളെ, നിങ്ങൾ മലയാളത്തിലാണല്ലോ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നത്. നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങളൊരു പ്രോഡക്റ്റ് നിങ്ങളുടെ മുഖത്ത് സൗന്ദര്യത്തിന് വേണ്ടിയിട്ടോ വെളുത്ത നിറത്തിന് വേണ്ടിയിട്ടോ മറ്റ് പല ആവശ്യത്തിന് വേണ്ടിയിട്ടോ നിങ്ങളുടെ കോൺഫിഡൻസിൻ്റെ, ചില ആൾക്കാരുടെ കോൺഫിഡൻസിനെ ആശ്രയിക്കും. കാരണം സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഇറങ്ങി നടക്കുമ്പോഴേക്കും എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ബോഡി ഷെയ്മിങ്, കളർ ഷെയ്മിങ്, റേസിസ്റ്റ് തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സാധാരണ മനുഷ്യന് വിഷമമുണ്ടാവും. സത്യമാണത്. നിങ്ങൾ നല്ല ഡ്രസ്സ് ഇട്ട് പോയിട്ടുണ്ടാവാം, ബട്ട് നിങ്ങളെ മുഖം കാണുന്ന സമയത്ത് ചോദിക്കുന്നത് ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആഴത്തിൽ മുറിവേൽപ്പിക്കും. അപ്പോഴാണ് ഇത്തരക്കാരുടെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് അതിന് തോന്നും. നേരത്തെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാനസികമായിട്ട് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല. അത് സൈക്കോളജിക്കലി എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നിങ്ങളോട് ഞാൻ പറയാം, ഡോക്ടേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് എന്ത് തരത്തിലാണ് ഡയറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ, നല്ല രീതിയിലുള്ള വെജിറ്റബിൾസ് എടുത്തു കഴിഞ്ഞാൽ, നല്ല രീതിയിലുള്ള ഫ്രൂട്ട്സ് എടുത്തു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഷുഗർ നിങ്ങൾ കഴിക്കുന്നതിൻ്റെ ഇൻടേക്കിംഗ് ഷുഗർ കുറച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പല കാര്യങ്ങളും നിങ്ങളുടെ സ്കിൻ ഒന്നും ചെയ്യാതെ ഗ്ലോ ആവും. നിങ്ങളുടെ ഫുഡിൽ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അത്യാവശ്യം ബോഡി വ്യായാമവും ചെയ്ത് നിങ്ങളുടെ ഡെഡ് സെൽസിനെ നിങ്ങൾ ക്ലിയർ ചെയ്യുന്ന രീതിയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് എങ്കിലും മുഖത്ത് നല്ല തണുത്ത വെള്ളം കൊണ്ട്, അല്ലെങ്കിൽ ഈവൻ ഐസ് ബാത്ത്, ഐസിൽ മുഖം പൊത്തിവെച്ചുകൊണ്ട് നിങ്ങളൊക്കെ ചെയ്താൽ പോലും നിങ്ങളുടെ അതൊക്കെ സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്രയും ലളിതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇരിക്കും. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള കുറുക്ക് വഴികൾ തേടി? നിങ്ങൾക്ക് ഇപ്പോഴല്ല, ഒരു 40-45 വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാകും. ഈ സ്കിന്ന് മൊത്തം ഇങ്ങനെ ചുളിഞ്ഞിറങ്ങി വരും. നിങ്ങൾ മൊത്തത്തിൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ ഇംബാലൻസ്ഡ് ആവും. നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് അടക്കം അഫക്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ഒരുപാട് ആന്തരിക പ്രശ്നങ്ങൾ ഉണ്ടാവും. ഗ്യാസ്ട്രിക് ഇഷ്യൂസൊക്കെ ഒരുപാട് വരും. ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം പോലുള്ള സാധനങ്ങളൊക്കെ ഈ ക്രീം ഉപയോഗിക്കുന്നതുകൊണ്ട് മാത്രം വരുന്നു എന്ന് തെളിഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കണം,
മയോകാർഡിയാക്ക്, ഇപ്പോൾ കാർഡിയാക്ക് അറസ്റ്റ് പോലുള്ള സാധനങ്ങളൊക്കെ വരുന്നില്ലേ, ഇതിൻ്റെയൊക്കെ ഈ ലെഡ് മറ്റേ ഈ മറ്റേ എന്താണ് മെർക്കുറിയൊക്കെ ശരീരത്തിൻ്റെ അകത്ത് അടിഞ്ഞ് നിങ്ങൾക്ക് വരുന്ന മാരകമായ ഗുരുതര പ്രശ്നങ്ങളാണ്. ഇതൊരു ഇൻഫർമേഷനായിട്ട് മാത്രം കാണുക. നിങ്ങൾക്ക് ഇനിയും ഈ ലിങ്കുകളിലൂടെ ആൾക്കാർ പറയുന്ന സാധനങ്ങൾ ചെന്ന് ബ്ലൈൻഡായിട്ട് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ സത്യമായിട്ട് ഞാൻ നിങ്ങളെ തൊഴുതു പറയാം, നിങ്ങളെ സമ്മതിക്കണം, നിങ്ങൾ ചെയ്യും. അല്ലാതെ എനിക്കിവിടെ ജാസ്മിനോട് എനിക്ക് യാതൊരു വെറുപ്പുമില്ല. ജാസ്മിനോട് എനിക്ക് റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. ജാസ്മിൻ ഇത്തരത്തിലുള്ള പ്രവൃത്തിയിൽ നിന്ന് പിന്നോട്ട് പോകണം, റിക്വസ്റ്റാണ്. കാരണം നിങ്ങൾ കാരണം ഈ അടുത്ത തലമുറയിൽപ്പെട്ട ഈ ഭൂമി ജീവിക്കേണ്ട കുറേ ആൾക്കാർ ക്യാൻസർ പേഷ്യൻസ് ആവും. എന്തിനാണ് കുറേ പേരെയും കൂടെ നിങ്ങൾ അതിലേക്ക് കൊണ്ട് ഇടുന്നത്? പ്ലീസ് അവർ ജീവിക്കാൻ അനുവദിക്കൂ, പ്ലീസ്. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ ബൈ.